my angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash and welcome to yet another vlog. ഇന്നത്തെ വ്ളോഗ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വ്ളോഗാണ് ബിക്കോസ് നമ്മുടെ വാവ ഇന്ന് സ്കൂളിലേക്ക് പോവാണ്. ഫസ്റ്റ് ഡേ ആണ്. സ്കൂൾ എന്ന് പറയുമ്പോഴത്തേക്കും LKG അല്ല കേട്ടോ, നഴ്സറിയിലേക്കാണ് പോകുന്നത്. ഭയങ്കര അധികം എക്സൈറ്റഡ് ആണ്. ഞങ്ങളെക്കാളും വാവ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തോ അതാണല്ലോ പേടി. ഞങ്ങൾ ചിക്കനെ കഴിഞ്ഞ വർഷം ഇങ്ങനെ നഴ്സറിയിൽ കൊണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും അവള് പ്ലേ ഗ്രൂപ്പിലേക്കുള്ള ഏജ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ തവണ വിട്ടില്ല. പിന്നെ ഈ പ്ലേ ഗ്രൂപ്പ്, പിന്നെ നഴ്സറി, പിന്നെ LKG അതിനേക്കാളും പിന്നെ വീട്ടിൽ നിന്ന് കളിക്കട്ടെ എന്ന് ചോദിച്ചാൽ നമ്മൾ വീട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ഈ വർഷം നമ്മൾ പോയിട്ട് അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് പോയി അഡ്മിഷൻ എടുത്തത്. ഭയങ്കര എക്സൈറ്റഡ് ആയ. മുന്നിൽ കൂടി പോകുമ്പോൾ തന്നെ എൻ്റെ പ്ലേ ബുക്കുള്ളൂ എന്നുകൊണ്ട് ഭയങ്കര ബഹളമാണ്. കഴിഞ്ഞ ആഴ്ച ഐ തിങ്ക് സാറ്റർഡേ യൂണിഫോമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. കിരണും മോളും കൂടി പോയിട്ടാണ് അതിൻ്റെ ട്രയലൊക്കെ നോക്കിക്കണ്ട. അത് അതിനേക്കാളും വലിയ സന്തോഷമായി ഒന്നും പറയണ്ട. അപ്പം അങ്ങനെ ഇന്ന് വ്യാഴാഴ്ച 5-ാം തീയതി അവർക്ക് ഇന്നാണ് ഫസ്റ്റ് ഡേ നഴ്സറി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എക്സൈറ്റഡ് ആണ്. എക്സൈറ്റ്മെന്റ് കാണുമ്പോഴാണ് എനിക്ക് പേടിച്ചാൽ ഞാനും കിരണും ഒക്കെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് സത്യം പറഞ്ഞ ഈ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ കോമഡി. പക്ഷെ ഞാനും കിരണനെ പറഞ്ഞു കൊടുത്തു കേട്ടോ, നമ്മൾ ഉണ്ടാവില്ല, നമ്മൾ ആക്കിയിട്ട് ഇങ്ങോട്ട് പോരും, അവിടെ നിൽക്കണം, പിന്നെ അമ്മ വിളിക്കാൻ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൗണ്ടൊക്കെ അങ്ങോട്ട് മാറും. ശരി എന്നൊക്കെ ഇങ്ങനെ ആവും. അത് ആ എക്സൈറ്റ്മെന്റ് വർത്തമാനം സ്റ്റോപ്പ് ചെയ്ത് മൂളലിലേക്ക് മാറുന്നുണ്ട്. സോ എക്സൈറ്റ്മെന്റും പേടി എനിക്കുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ രാവിലെ 6:40 അവൾക്ക് 9 മണിക്കാണ് അവളുടെ സ്കൂള്. അതിന് മുന്നേ ഉണ്ണിക്കുട്ടിനെ വിടണം. അതിന് മുന്നേ ഉണ്ണിക്കുട്ടിക്ക് ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കണം. ഞാനപ്പോ വേഗം അതുപോയി ആക്കട്ടെ. ഞാൻ എഗ് ബുർജി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്ന് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എൻ്റെ മനസ്സ് മാറ്റിയിട്ട് ഞാനിപ്പോൾ പനീർ മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫുൾ എഗ് ബുർജി പനീർ ബുർജി ഉണ്ടാക്കാൻ വേണ്ടി പോയാൽ അവൻ അതൊറ്റ റോളിൽ 2 റോളിലൊക്കെ തീർന്നു. നമുക്കും ഇന്ന് എല്ലാവർക്കും തന്നെ ചപ്പാത്തിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതാവുമ്പോൾ ഒരൊറ്റ കറി അങ്ങോട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. പിന്നെ അവൻ എണീറ്റ് വന്നിപ്പോൾ അവൻ്റെ കാര്യങ്ങൾ അവൻ തന്നെ ചെയ്തോളും. പിന്നെ അമ്മയും എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അവന്റെ പുറകെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവൻ പോണ സമയത്തിനുള്ളിൽ ഈ കറി ആയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ പുറത്ത് പനീർ മസാല തന്നെ ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അപ്പൊ നമുക്കും കൂടി ആവില്ല. പണി അങ്ങ് തീരുമല്ലോ രാവിലെ. അത് ചെറുതിനെ കൊണ്ടുപോകണ്ടേ. ഇന്നത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് പാക്കിംഗ് ആണ്. അങ്ങനെ ഒരു കുഞ്ഞി സ്നാക്ക് ബോക്സും കൂടി വന്നേക്കാണ്. അതേണ്ടേ വാവയുടെ അവളുടെ ഫ്രോസൺ തീമിലുള്ള സ്നാക്ക് ബോക്സ് ആൻഡ് ഒരു പിങ്ക് വാട്ടർ ബോട്ടിൽ. ഓ മൈ ഗോഡ്, ഈ പിള്ളേർക്ക് എങ്ങനെ ഈ ഓട്ടോമാറ്റിക്കലി പിങ്കിനോട് സ്നേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. എല്ലാം അവൾക്ക് പിങ്ക് ആണ് വേണ്ടത്. അത് നമ്മളതിനെ പറഞ്ഞൊന്നും ഒന്നും കൊടുത്തിട്ടില്ല. ആ പെൺപിള്ളേർക്ക് ഇതെങ്ങനെ പിങ്ക് ഒബ്സഷൻ വരണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. അപ്പൊ വാവയുടെ സ്നാക്ക് ബോക്സ്, നിവരുടെ സ്നാക്ക് ബോക്സ്, വെള്ളം റീഫിൽ ചെയ്യണം 2 പേരുടെ. അപ്പൊ നമുക്കത് എടുത്ത് വെക്കാം. ഇവർക്ക് 2 പേർക്കും ഇന്ന് ഈ ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത്, കുക്കി. അപ്പൊ അങ്ങനെ നമുക്ക് ഒരെണ്ണം പൊട്ടിച്ച് 2 പേർക്കും കൂടി കൊടുക്കാം. അങ്ങനെ നമ്മുടെ 2 ടീമുകളുടെ ലഞ്ചും വെള്ളമൊക്കെ സെറ്റായി. ഞാൻ ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത്. ബിസ്ക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ 2 സെയിം തന്നെ ബിസ്ക്കറ്റ്, വെള്ളവും ഒക്കെ സെറ്റായിട്ടുണ്ട്. ഞാനും അമ്മയും കൂടി എപ്പോഴും പറയൂലേ അമ്മ, നമ്മൾ ഈ വീട്ടിലേക്ക് ഇങ്ങനെ 5 മാസത്തിൽ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കുഞ്ഞുവാവയായിട്ട് ഇങ്ങനെ മലർത്തി പിടിച്ചുകൊണ്ട് കൊണ്ടുവന്നതാണ്. ഇപ്പൊ സ്കൂളിലൊക്കെ പോവാനായി. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പറഞ്ഞത് എന്നെ സ്കൂളിൽ വിടണം, നമുക്ക് എന്നെ വീട്ടിലിരുത്ത് കളിപ്പിച്ചാൽ പോരെന്ന് പറഞ്ഞു വെച്ചാൽ ഇത്ര പെട്ടെന്നാണ് ഇയേഴ്സ് പോണതല്ലേ. അപ്പോ സ്കൂൾ ബാഗും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതിൻ്റെ അത് കൊണ്ടുപോയിട്ട് ഇതൊക്കെ കൊണ്ട് വെക്കട്ടെ. കറീന്റെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഉണ്ണിക്കുട്ടിനെ പോയി വിളിക്കണം. പിന്നെ അതൊന്ന് ആറിയതിനു ശേഷം മിക്സിലിട്ട് അടിച്ച് നമ്മുടെ പനീരിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പൊ അതും ടപ്പടപ്പെന്ന് കഴിയും. അപ്പൊ ഞാൻ ഇതുകൊണ്ട് ബാഗിൽ വെക്കട്ടെ. കണ്ടില്ലേ, കുഞ്ഞി സ്കൂൾ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേരൊക്കെ എഴുതി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ നിന്ന് തന്നെ തരുന്ന ബാഗാണ്. അപ്പൊ ഞാൻ അതിന്റെ സൈഡിലേക്ക് വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ വെക്കട്ടെ. ഇന്ന് ഇവര് കൊണ്ടുപോകണ ലഞ്ച് ബോക്സ് സ്നാക്ക് ബോക്സ്, ബോട്ടില്, ബാഗ്, എല്ലാ സാധനങ്ങളൊക്കെ നമ്മൾ നെയിം എഴുതി സ്ലിപ്പ് ചെയ്ത് വെക്കണം. നെയിം സ്ലിപ്പ് എഴുതി ഫിക്സ് ചെയ്യണം. പിന്നെ എന്നിട്ടാണ് അവർക്കൊരു
അവരുടെ ഒരു ഡ്രസ്സിൽ തന്നെ ഒരു പേരും നമ്മുടെ കോൺടാക്ട് നമ്പറൊക്കെ എഴുതി വെക്കണം. അപ്പോൾ അതെല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുക്ക് കവർ ചെയ്യുന്ന ദിവസമായിരുന്നു. അയ്യോ ഞാൻ ബുക്ക് കവർ ചെയ്ത് തീരുന്നുണ്ടല്ലോ, ബിക്കോസ് 2 പേരുടെ ബുക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ ബുക്ക് കവർ ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടി അവൻ്റെ അടുത്ത് ഗുസ്തി, നീ എൻ്റെ ബുക്ക് തൊട്ട് പോകരുത്. ആദ്യമായിട്ട് ബുക്ക് കിട്ടി, എൻ്റെ കട്ട എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എനിക്ക് ബുക്ക് കിട്ടി, എനിക്ക് കോൾ അടിച്ചു, എനിക്ക് ഇനി എന്ത് വേണം, എനിക്ക് കോൾ അടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ ബഹളം. അതിൻ്റെ ഇടയിൽ കൂടി അവനെ മൂപ്പിക്കാൻ പറ്റുക. എൻ്റെ ബുക്ക് കണ്ടോടാ, ഇത് എൻ്റെ ബുക്ക് കണ്ടോടാ, എൻ്റെ ബുക്ക് നീ തൊടരുത്. അപ്പൊ അവൻ എനിക്ക് നിന്റെ ബുക്കൊന്നും വേണ്ട എന്നിട്ട് ഞാൻ എൻ്റെ ദൈവമേ ബുക്കിന്റെ പേരിൽ എന്ത് അടിയെന്നറിയാം. അവൻ പറഞ്ഞ എന്നെ എന്തിനായും ഇറിറ്റേറ്റഡ്. ഞാൻ അവൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ആദ്യമായിട്ട് സ്കൂളിൽ പോകണേന്റെ, നീ ഒന്ന് വെറുതെ ഇരിക്കും, നീ എങ്കിലൊന്നും മിണ്ടാതിരിക്കുന്നു പറയണത്. ഒന്നും പറയാൻ അവിടെ നല്ല ബഹളമായിരുന്നു. എടാ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റാ. എടാ ഒന്ന് ചെറുത് സ്കൂളിൽ പോണേ. ആർ യു എക്സൈറ്റഡ്? അവൻ സ്കൂളിൽ പോണേന് ഇന്നലെ അവന് അല്ലേ നീ ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുത്തു വെച്ചിട്ട് അവനെ കൊണ്ട് ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചെറുതിന് അല്ലേ സ്കൂളിൽ പോണേന്. പോടാ ഇവൻ ആക്ച്വലി ഈ വർഷം സ്കൂളിന്റെ ഈ സ്പോർട്സ് യൂണിഫോമിന്റെ കളറൊക്കെ ചെറിയ മാറ്റം കേട്ടോ. പക്ഷെ യൂണിഫോം കിട്ടിയിട്ടില്ല. ആ വലിയ മാറ്റം, മഞ്ഞ കളർ അല്ലേ? നിനക്ക് യെല്ലോ അല്ലേ? ആ അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളുടെ പനീർ ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ അത് ഓഫ് ചെയ്യാണ്. ഇനി ഇത് അവനപ്പോ ഈ കറിയും കൂട്ടിയിട്ട് ചപ്പാത്തി കഴിച്ചാൽ മതി എന്നാണ് ട്രിപ്പ് ഉണ്ടാകണ്ട. അടിപൊളി പനീർ കറി. അല്ലേ അങ്ങനെ അവന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒരെണ്ണം ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ 2 കഴിക്കും. എന്നാടാ വേഗം കഴിക്കടാ പൊടി. ചൂടുണ്ടേ കറിക്ക്? പൊള്ളുമ്പോ മനസ്സിലാവും. വേഗം ഇറങ്ങിക്കോളൂ കുഞ്ഞാപ്പൂസ്. ബൈ. സൂക്ഷിച്ചു പോയിട്ട് വേട്ടാ. ഉമ്മ വെച്ച് ചമ്മന്തി ആക്കിയത്. ബൈ. ബൈ പൊന്നു. ആ അപ്പൊ ഫസ്റ്റ് ആള് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഇനി ചെറുതിന് നമുക്കൊരു ഇപ്പൊ 7:30 കഴിഞ്ഞിട്ടുള്ളൂ. 7:45 ആയിട്ട് വിളിക്കാം. 8:45 കഴിയുമ്പോഴത്തേക്കും ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ നമ്മൾ കൊണ്ടുപോകാനുള്ളതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് 7:45 വിളിക്കാം. കുഞ്ഞാവൻ്റെ ആടയും കൂടി ഇവിടെ നല്ല ഉറക്കാണ്. ഹായ് ബൂബൂട്ടാ, ബൂബൂട്ടാ, ബൂബൂട്ടാ പ്ലേക്കുള്ളിൽ പോണ്ടേന്ന്. പ്ലേക്കുള്ളിൽ പോണ്ടേ? തങ്കക്കുട്ടിയായിട്ട് പോണ്ടേന്ന്. എണീക്കാം, പ്ലേക്കുള്ളിൽ പോവാൻ എണീക്കാം. അവനെ വെച്ചു ഗുഡ് മോർണിംഗ്. അമ്മനെ വെച്ചു ഗുഡ് മോർണിംഗ്. പ്ലേക്കുള്ളിൽ പോണ്ടേ? എണീക്കണ്ടേ നമുക്ക്? ഇതൊക്കെ ഒരു വലിയ ബെഡും ഈ തുമ്പത്ത് കിരണ മുതുകില് വാവൻ ഇങ്ങനെയാണ് ഇവിടെ കിടക്കണത് അല്ലേ? പ്ലേക്കുള്ളിൽ പോണ്ടേ? ബ്രഷ് ചെയ്യാം, കുളിക്കാം. ഹലോ ഗുഡ് മോർണിംഗ് പറയൂ. ഞങ്ങൾ ബ്രഷ് ചെയ്തു, മേല് കഴുകി അല്ലേ, എന്തൊക്കെ ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് അതൊന്നും മാറിയിട്ടില്ല. പയ്യെ 9 മണിക്ക് 9:30 അല്ലേ എണീറ്റ് വരണേ. ഇന്നലെ 7:30 എണീറ്റു കേട്ടോ അല്ലേ? തോന്നണ പോലെയൊക്കെ ഞങ്ങൾ അവിടെ എണീറ്റ് വരും. ഇപ്പൊ ഞങ്ങൾ എന്തൊക്കെ ചെയ്തു പറയും, എന്തൊക്കെ ചെയ്തു നമ്മള്? ഇനി നമുക്ക് ഇപ്പൊ വെള്ളം കൊടുത്തു അവന്. ഇനി ഞങ്ങള് പയ്യെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ യൂണിഫോം ഇടും അല്ലേടാ? അല്ലേ പാപ്പ കഴിക്കാം. ബാവച്ചി എന്താ കഴിക്കണേ? ഞങ്ങളുടെ ചപ്പാത്തിയും ജാമും കഴിക്കാണ്. അതിന്റെ സന്തോഷാണ് ഫേസിലല്ലേ? ആ എന്താ ഹാപ്പി നോക്ക്. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഭയങ്കര സ്ലോ ആണ്. നമുക്ക് തന്നെ വട്ടുപിടിക്കും. ആ സമയത്ത് ഫുഡ് ഇവിടെ ജാം തേച്ച് ചപ്പാത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് മുടി കെട്ടാന്ന് വിചാരിച്ചു. കേട്ടാ നമുക്ക് മുടി കുട്ടി. ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ ഓഫ് ദ ഡേ. ഇങ്ങോട്ട് നോക്ക് തന്നെ. ആ നേരെ നോക്കിയിരിക്കേ. ഇതാണ് ഹെയർ സ്റ്റൈൽ. ഇനി നമുക്ക് പോയി ഇതുണ്ട്. ഇവിടെ ആകെ 2 കടിയാണ് ഇത്ര നേരിട്ട് എടുത്താണ്. എന്തൊരു പാടെന്നറിയോ. ഓൾറെഡി 8:30 ആയിട്ടാ. വേഗം കഴിച്ചേ, വേഗം കഴിക്കേ. ഞങ്ങളിവിടെ മേക്കപ്പിലാണ് അല്ലേ? മേക്കപ്പ് ചെയ്യാനാടാ? അല്ലേ ഈ മുടി എന്താണ് അങ്ങോട്ടിരിക്കുന്നത്? ഒരു ബന്ധമില്ലാണ്ട് അടങ്ങിയിട്ടാ മുടി. അതതിന്റെ പാട്ടിന് പോവാ. കണ്ണടക്കി
എവിടെ ഫുൾ റെഡിയായ ബേബി എവിടെ? എന്റെ അമ്മോ എന്ത് രസം കാണാൻ, എന്ത് രസം സ്കൂൾ ഗേളിനെ കാണാൻ. Oh my God. വേഗം കഴിച്ചാ ഇറങ്ങാം നമുക്ക്. വായ കഴിച്ചരാ കേട്ടാ. തമ്പായി തൊഴു നന്നായിട്ട്. തമ്പായി കാത്തോളനെ ബ്ലസ് ചെയ്യണേ പറഞ്ഞോ, നന്നായിട്ട് പറഞ്ഞോ. ആ പറയ് ഓംബുർ സ്കൂളോട്ട് ഇറങ്ങാൻ. ഭുവസ്വഹ തത്സവിതുർ വരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ശ്രീ സായിറാം. കറങ്ങി ഒന്ന് ബാഗ് കട്ടെ. എനിക്ക് വയ്യത് ആരിത്? സായിരാണിത്. കൂൾ കുട്ടിയോ? സുന്ദരേട്ടോ. ആ ഇല്ലില്ല, അമ്മ അവിടെ തന്നെ പുറത്ത് നിൽക്കൂട്ടോ. ഏട്ടാ എക്സൈറ്റഡ് എന്താ പറയാനുള്ളേ? ഏട്ടനൊന്നും പറയാനില്ല. ഏട്ടന് ഇന്നലെ മുതലേ ഭയങ്കര ട്രെയിനിങ് ഒക്കെ ആയിരുന്നു. ഇന്നലെ ട്രെയിനിങ്. ടോയ്ലറ്റിൽ പോണെങ്കിൽ മാം ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവള് പറയും അവള് അപ്പൊ ടോയ്ലറ്റിൽ പോണ കാര്യമൊന്നും അവൾ ഇപ്പോഴേ പറയുന്നില്ല കേട്ടോ. ഞാൻ അതൊക്കെ അവള് പഠിച്ചോളൂ, ഒന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ കണ്ടപ്പോ ടെൻഷൻ എന്താവോ എന്തോ. പക്ഷെ ഉണ്ണിക്കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു പ്ലേ സ്കൂളിൽ പോണ സമയത്ത്. വണ്ടിയിൽ നിന്നൊക്കെ എടുത്ത് ചാടാൻ നോക്കിയിരുന്നത്. ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു LKG pre-KG പോകുന്നതിന് ആത്മഹത്യക്ക് ശ്രമിച്ചവനാണ് അവൻ എന്ന് പറഞ്ഞിരുന്നു. അവൻ ഇനി വണ്ടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് എടുത്ത് ചാടാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വട്ടൊക്കെ ആയിരുന്നു. അറിയില്ല, നോക്കാം. അത് മമ്മയുടെ കൈ തന്നു. അമ്മ പിടിച്ചോളാം. കയറി. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അവരുടെ സ്കൂളിൽ ഇതുപോലെ നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ ബൂത്തും കാര്യങ്ങളും പിന്നെ ഇങ്ങനെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിള്ളേർ കുറച്ച് ഹാപ്പി ആയിരുന്നു. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മാമിനെയും കൈ പിടിച്ച് ആദ്യം കയറിപ്പോയി. പിന്നെ പിന്നെ മമ്മ എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുക. ഞങ്ങളവിടെ സ്കൂളിൽ നിൽക്കണം. അവിടെ മമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ്. അത് കഴിഞ്ഞിട്ട് ബഹളമല്ല, കൈ പിടിച്ച് നിൽക്കണം. പിന്നെ മാമിൻ്റെ സർപ്രൈസ് കാണിച്ചു തന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ ഞങ്ങളുടെ അടുത്ത് പുറത്ത് ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും കിണ്ണും കൂടി ജസ്റ്റ് പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യണം എന്താവും എന്നറിയാൻ വേണ്ടിയിട്ട്. അവിടെ കളിച്ച കേറിയോ വാടാ, സ്ലൈഡ് ചെയ്ത് ഓടി വന്നേ, അകത്തോട്ട് പോവാം. ഹലോ, ഞങ്ങൾ അങ്ങനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. വലിയ ഒക്കെ തുള്ളിച്ചാടി പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അവിടെ ആമ്പിളേരൊക്കെ കൂടി കിടന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ചെക്കന്മാരെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറയണേ. അയ്യോ എനിക്കറിയില്ല കേട്ടോ. അവന്മാരുടെ കരച്ചില് കാരണം നമുക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. അവന്മാരെ താഴെ കിടന്ന ഉരുണ്ടൊക്കെ കാരണം. പക്ഷെ മെജോറിറ്റി പെൺപിള്ളേർ ഒരു കുഴപ്പമില്ല കേട്ടോ. പെൺപിള്ളേരൊക്കെ ഇവരുടെ ക്ലാസ്സിൽ കുറവാണ്, കുറച്ച് പിള്ളേരേ ഉള്ളൂ. പക്ഷെ ഉള്ളതുങ്ങളൊക്കെ മര്യാദക്ക് നിൽപ്പുണ്ട്. ചെക്കന്മാരൊക്കെ കൂടി കൂട്ടക്കരച്ചില് കാരണം ഞങ്ങൾ പറഞ്ഞു ഇത് കേട്ടിട്ട് ഇഞ്ചിപ്പ് എന്താവും അറിയില്ല. അപ്പൊ ഞങ്ങളൊരു 9:15 വരെ അവിടെ നിന്നു. അതുവരെ അവള് കരച്ചില് കണ്ടിട്ടും ഒന്നും വലിയ കുഴപ്പമില്ലെങ്കിൽ നാളത്തെ അവസ്ഥ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പേരൻസ് ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ഇവര് ഓക്കെ ആവത്തില്ല, നിങ്ങൾ പൊക്കോ. അപ്പൊ എന്റെ അടുത്ത് 1-2 പ്രാവശ്യം ഇറങ്ങി വന്നു. എന്നിട്ട് എനിക്ക് സ്ലൈഡിൽ പോകണമെന്നുണ്ട്, സ്ലൈഡിൽ കളിച്ചു. പിന്നെ ഞാൻ ഇവിടെ നിൽക്കോ ഓടാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വേണ്ട ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, നമ്മൾ പുറത്ത് നിന്നിട്ട് കേട്ടോ, വേറെ നമുക്ക് അകത്തോട്ട് കയറാൻ പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അകത്ത് കയറാൻ പാടില്ലാത്തതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഓക്കെ പറഞ്ഞ പുള്ളിക്കാരത്തെ മാമിന്റെ ഒക്കെ കൈ പിടിച്ച് കയറി പോകേണ്ടത്. മാം എന്തോ സർപ്രൈസ് കാണിച്ചു തന്നപ്പോ മാമിന്റെ കൂടി പോകണ്ടായിരുന്നു. എന്നാലും ഇങ്ങനെ നമ്മൾ കൺവെട്ടത്തുണ്ടോ ഉണ്ടോന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ വിചാരിച്ചതിനേക്കാളും ഇന്ന് ബെറ്റർ ആയിരുന്നു. നാളത്തെ അവസ്ഥ നമുക്ക് എന്താ അറിയില്ല. ഇന്നത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണല്ലോ നാളത്തെ അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പൊ ഇന്നിപ്പോ കുഴപ്പമൊന്നുമില്ല. ആസ് ഓഫ് നൗ വലിയ പ്രശ്നമൊന്നുമില്ല. ഇവന്മാരുടെ കുക്ക് വിളി കാരണം ഇനി വല്ല കുളം ആയോന്ന് അറിയത്തില്ല. ഇപ്പൊ ഒരു അരമണിക്കൂറോളം നമ്മളോട് സ്പെൻഡ് ചെയ്തിട്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. മുഖമൊക്കെ ഇങ്ങനെ വെള്ളറിയ മാതിരി ഇപ്പം ബിക്കോസ് എനിവേസ് കൊച്ചുമാണ്, 3-3 വയസ്സുള്ളൂ. പിന്നെ സ്കൂൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് അവൾ ആദ്യമായിട്ടാണല്ലോ പോണത്. എനിക്കൊണ്ട് ഐ തിങ്ക് സിബ്ലിങ്സ് ഉള്ള പിള്ളേരാണ് ഓക്കെ ആയിട്ടിരിക്കുന്നത്. അത് മൂത്ത പിള്ളേരുള്ളവർക്ക്, മൂത്ത ബ്രദേഴ്സ് സിസ്റ്ററും ഉള്ളവര് ഇസ് കൈൻഡ് ഓഫ് ഓക്കെ. ബിക്കോസ് അവര് കണ്ണു തുറന്നപ്പോൾ മുതൽ നിങ്ങൾ സ്കൂളിൽ പോണത് കാണുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെ വലിയ പ്രശ്നം. ബിക്കോസ് അവരും എക്സൈറ്റ് വെച്ചാൽ ഉണ്ണിക്കുട്ടിയുടെ കൂടെ അവന്റെ സെയിം സ്കൂളിൽ പഠിക്കുന്ന നമ്മളുടെ അപ്പാർട്ട്മെന്റിൽ തന്നെ ഉള്ള
അവന്റെ സിസ്റ്റർ ഇവന്റെ കൂടെ നഴ്സറിയില്ല. ചെറുത് ഈ രണ്ട് പിള്ളേരും ഏകദേശം ഒരേ പ്രായം. അപ്പൊ ഇവന്റെ കൂടെ നഴ്സറിയിൽ അവളുണ്ട്. അപ്പൊ അവൾക്കും വലിയ കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് അവളും അവളുടെ ബ്രദർ സ്കൂളിൽ പോണ കാണുന്നുണ്ട്, ഇവളും ഇവളുടെ ബ്രദർ സ്കൂളിൽ പോണ കാണുന്നുണ്ട്. അപ്പൊ അവരും പറയായിരുന്നു മൺഡേ തൊട്ട് എക്സൈറ്റ്മെന്റിന് അങ്ങറ്റമായിട്ട് സ്കൂളിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല. അത് തന്നെ ഇവിടെയും അവസ്ഥ. സ്കൂളിൽ പോകാം അഡ്മിഷൻ എടുത്തപ്പോ മുതൽ സ്കൂളിൽ പോകാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഇവിടെ ഒരാള്. അപ്പൊ മൂത്ത പിള്ളേര് സ്കൂളിൽ പോണത് കാണുന്ന കുട്ടികൾക്ക് വലിയ കുഴപ്പമില്ല. അല്ലാത്ത പൊടിച്ചികളാണോ എന്ന് എനിക്കറിയില്ല. അവിടെ കിടന്ന എന്റെ അമ്മയെ ഒരു രക്ഷയില്ല. അപ്പൊ അങ്ങനെ സ്കൂളിൽ നമ്മൾ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട്. ഏട്ടാ എന്താവോ എന്തോ ദൈവത്തിനറിയാം. അപ്പൊ അതാണ്. അപ്പൊ ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇനി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പോവാം. യെസ് ഗായ്സ്, ഇപ്പോ 10:45 കഴിഞ്ഞു. ഇവിടെ അടയ്ക്കാണെങ്കിൽ 10:30 കഴിഞ്ഞപ്പോ മുതലേ പെടപ്പ. ഏട്ടാ നമ്മളെ ഇരുന്നിട്ടുണ്ടാവോ, നേരത്തെ വിടുവോ, നേരത്തെ വിട്ടിട്ടുണ്ടാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ. 10:40 ഉള്ളപ്പോ മുതൽ റെഡിയാവോ അത് പറഞ്ഞോണ്ടിരിക്കാനായിട്ട്. ഞാൻ പിന്നെ 11 മണിക്കല്ലേ ഇവിടെ ഉള്ളൂ. എങ്ങാനും ഇന്ന് നേരത്തെ വിട്ടാലോ, നമുക്ക് 20 മിനിറ്റ് അല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടപ്പോ ഭയങ്കര എന്താ വല്ല പറയാനുണ്ടോ? എന്താ പറയാനുള്ള പടത്തിന് കട. ഞാൻ ഭയങ്കര ചിൽമാവും. എനിക്ക് അങ്ങനത്തെ ടെൻഷൻസ് ഒന്നുമില്ല. എന്താ നിനക്കാ ടെൻഷൻ? അപ്പൊ 11 മണിയായി. അപ്പൊ നമ്മളിതേ പോവാണ്. 11 മണി ആയിട്ടില്ല കേട്ടോ, 10:51 ഏട്ടന്റെ ഇവിടെ ബഹളം കാരണം ഞങ്ങൾ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഹലോ, എന്തു പറ്റി? കരഞ്ഞോ? എന്തിനാ കരഞ്ഞേ? എന്തിനാ സങ്കടം വന്നേ? പോട്ടേട്ടാ. നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും കരഞ്ഞു വിളിച്ച് നിറക്കണ്ണുകളോടെ ഇരിക്കുകയായിരുന്നു വാവ. പിന്നെ കുറച്ചു നേരം കരഞ്ഞോളൂ, അധികം നേരം കഴിഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല അല്ലേട്ടാ. ഡാഡിയുടെ മുഖത്തെ ടെൻഷൻ കണ്ട് ഡാഡിക്ക് എന്ന് ടെൻഷൻ മുഴുവനും. പക്ഷെ ആളെ വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ചു നേരം കണ്ടു. ഈ പിള്ളേർ എല്ലാവരും കൂടി കിടന്ന് കരയുമ്പോഴുള്ള ഒരു കരച്ചിലാണെന്നാണ് മനസ്സിലായത്. പിന്നെ നമ്മൾ പിന്നെ കാണാണ്ട് അങ്ങനെ നിന്നിട്ടില്ലല്ലോ. പോവാം, വീട്ടിൽ പോവാം. കുഞ്ഞി എങ്ങനെയുണ്ടെന്ന് സ്കൂള്? ഇഷ്ടപ്പെട്ടാ? നാളെ പോണ്ടേ നമുക്ക് തുള്ളിച്ചാടി? അടിപൊളിയായിരുന്നോ? ഫ്രണ്ട്സിനെ കിട്ടിയാ? എന്ത് പറഞ്ഞു മാമ്? ഇങ്ങോട്ട് നോക്ക. ഒന്നും പറഞ്ഞില്ലേ ഈ ദിവസം കൊണ്ട് അവിടെ പിടിച്ചിരുത്തിട്ട്? എന്താ ഇത്? നീ എന്താ ഇവിടെ ചെയ്യണത്? ഷൂസ് ഊരു കണ്ടോ ഇവിടെ? എന്നിട്ട് സ്നാക്സ് കഴിച്ചോ? വേണ്ട, ഇവിടെ കഴിച്ചോളൂ. ശരി, ആയിക്കോട്ടെ. ടിവിയും കണ്ടു. യെസ്, അങ്ങനെ വലിയ തുള്ളിച്ചാടിയൊക്കെ ഇരിപ്പുണ്ട്. വിശന്നിട്ടാണ് കറിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് കവർ ചെയ്യുന്നുണ്ടോ അവളെ തന്നെ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ആള്. ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ട് രണ്ടെണ്ണത്തെയും കൂടെ സ്കൂളിൽ വിടുന്ന വ്ളോഗുകൾ കാണാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടി. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. ഇത്രയും പെട്ടെന്ന് പടപട എന്നൊക്കെ പിള്ളേർ വലുതായി സ്കൂളിൽ പോകാനായി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഹാർഡ് ടു ബിലീവ്. ബിക്കോസ് എത്ര പെട്ടെന്ന് വർഷമാണല്ലേ അമ്മ? എന്താ പറഞ്ഞ അമ്മ ഹെയർ പാക്ക് ഇട്ട് നിൽക്കോട്ടെ, അമ്മനെ കാണിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കേട്ടോ. അവളുടെ ഫസ്റ്റ് ഡേ ഇൻ സ്കൂൾ. എല്ലാവരുടെ ബ്ലെസ്സിങ്സ് വേണം. ഒരു വെക്കും സോക്സ്. അപ്പൊ അതാണ് സ്വഭാവ. ഞാൻ വിചാരിച്ചതിനേക്കാളും ഞാൻ പേടിച്ചതിനേക്കാളും സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് അടിപൊളി. അപ്പൊ അതിന്റെ ദൈവത്തിന് ഒരു 1000 എന്തൊക്കെയാണെങ്കിലും അടിപൊളി. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് മൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പം വ്ളോഗ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബിന് പറഞ്ഞോണ്ടാ. നെക്സ്റ്റ് വീഡിയോ.